US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2021 ജനുവരി 6 നടത്തിയ 2 പ്രസംഗങ്ങൾ എഡിറ്റ് ചെയ്ത് ഒറ്റ പ്രസംഗ ഭാഗമാക്കുമെന്ന് തോന്നും വിധം ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചതിന് ക്ഷമാപണം നടത്തി BBC കത്തയച്ചു. എന്നാൽ ഇതിന് മാനനഷ്ടത്തിന് $100 കോടി നൽകണമെന്ന് ട്രംപിന്റെ അവകാശവാദത്തിൽ കഴമ്പില്ലെന്നും BBC അധ്യക്ഷൻ സമീർ ഷാ വ്യക്തിപരമായി അയച്ച കത്തിൽ പറയുന്നുണ്ട്. 2021 ജനുവരി 6 ട്രംപ് നടത്തിയ പ്രസംഗം BBC തങ്ങളുടെ പനോരമ എന്ന ഡോക്യുമെന്ററിയിൽ എഡിറ്റ് ചെയ്ത് ഉപയോഗിച്ച് വിവാദമാക്കിയത്. പ്രസംഗത്തിന് പിന്നാലെയാണ് ക്യാപിറ്റോൾ ഹില്ലിലെ പാർലമെന്റ് മന്ദിരം ട്രംപ് അനുകൂലികൾ കയ്യേറിയതും അക്രമം അഴിച്ചുവിട്ടതും. ട്രംപിന്റെ പ്രസംഗത്തിൽ സമാധാനപരമായി പ്രതിഷേധിക്കണമെന്ന് പറഞ്ഞിരുന്ന ഭാഗം BBC എഡിറ്റ് ചെയ്താണ് ഉപയോഗിച്ചതെന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ വാദം ആളിക്കത്തിക്കുകയും ചെയ്തു. ട്രംപിന്റെ പ്രസംഗത്തിൽ സമാധാനപരമായി പ്രതിഷേധിക്കണമെന്ന് പറഞ്ഞിരുന്ന ഭാഗം BBC എഡിറ്റ് ചെയ്താണ് ഉപയോഗിച്ചതെന്ന് വലതുപക്ഷ മാധ്യമ റിപ്പോർട്ടാണ് വിവാദം ആളിക്കത്തിച്ചത്. ട്രംപ് തന്റെ പ്രസംഗത്തിൽ 1 മണിക്കൂറിന്റെ വ്യത്യാസത്തിൽ പറഞ്ഞ 2 ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ഒന്നാക്കിയാണ് ഈ ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചത്. അനുകൂലികളോട് സമാധാനപരമായി പ്രതിഷേധിക്കണമെന്ന് പറഞ്ഞിരുന്ന ഭാഗം ഒഴിവാക്കി എന്നോടൊപ്പം അണിനിരക്കൂ, എന്ത് വില കൊടുത്തും പോരാടൂ എന്ന് പറയുന്നത് മാത്രമേ അതിലുള്ളൂ. ഡൊണാൾഡ് ട്രംപ് BBCക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. കുറഞ്ഞത് $1 ബില്യൺ നഷ്ടപരിഹാരം നൽകണമെന്നും ഡോക്യുമെന്ററി പിൻവലിക്കാൻ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ നവംബർ 14 വരെ BBC സമയം നൽകിയിരുന്നു. അതേസമയം വിവാദങ്ങൾക്കൊടുവിൽ BBC ഡയറക്ടർ ജനറൽ ടിം ഡേവിയും ന്യൂസ് ചീഫ് എക്സിക്യൂട്ടീവ് ഡൊബേറ ടേർണസും രാജിവെച്ചിരുന്നു. BBCയുടെ വിശ്വാസ്യതയ്ക്ക് കളങ്കം ചാർത്തിയതും ഇത് തെറ്റായിപ്പോയെന്നും പാർലമെന്ററി കമ്മിറ്റിക്ക് മുമ്പാകെ BBC സമ്മതിച്ചു. ക്ഷമാപണം നടത്തി BBC ട്രംപിന് കത്തുവരെ അയച്ചു. മാനനഷ്ടത്തിന് $100 കോടി നൽകണമെന്ന ട്രംപിന്റെ അവകാശവാദത്തിൽ കഴമ്പില്ലെന്നും BBC അധ്യക്ഷൻ സമീർ ഷാ വ്യക്തിപരമായി അയച്ച കത്തിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.